സാർ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പ്രത്യേകം പറയുകയുണ്ടായി, ഈ പ്രാവശ്യത്തെ 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ UDF ഒരുപാട് സീറ്റ്, അതെ, കേരളത്തിൽ വിജയസാധ്യത വളരെയധികം കൂടുതലാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് BJPക്ക് അതൊരു തിരിച്ചടിയായിരിക്കും? പകലൊക്കെ അത്ര വിശ്വാസം പോരാ, കാരണം വരികയാണെന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അല്ല, എനിക്കത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് 20-20 ഇത്തവണ UDF കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ കാര്യം BJPയുടെ അവസ്ഥയെക്കുറിച്ചാണല്ലോ ചോദിച്ചത്, അല്ലേ? അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജനരോഷം വളരെ കൂടുതലാണ്. കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. ആ ജനരോഷം മുതലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണ് എന്ന് പറയുന്നൊരു വിചാരം ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. 1-2 സീറ്റുകളിൽ ഒഴികെ ബാക്കി ഒരു സീറ്റിലും BJP ജയിക്കില്ല എന്ന് പറയുന്നൊരു തോന്നൽ ജനത്തിനുള്ളത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ, അതായത് സ്വിങ് ആകുന്ന വോട്ടുകൾ മിക്കവാറും തന്നെ കോൺഗ്രസിനായിരിക്കും ചെല്ലുക. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടാത്ത കാൻഡിഡേറ്റ്സും ഒക്കെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാൻഡിഡേറ്റ്സ് പോലും ജയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 9 തവണയിലധികം മത്സരിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ജയിക്കും. രണ്ടാമത്തേത് ആൻറ്റോ ആൻ്റണി, ജനത്തിനെ വെറുപ്പിച്ചിട്ടുള്ള ഒരു നേതാവാണ്, പക്ഷേ അദ്ദേഹവും അവിടെ ജയിക്കും. പിന്നെ നമുക്കറിയാമല്ലോ, ചില സീറ്റുകളൊക്കെ വളരെ ഷുവറായിട്ടുള്ള സീറ്റുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളം എന്ന് പറയുന്ന സീറ്റ്, വയനാട് എന്ന് പറയുന്ന സീറ്റ്, പൊന്നാനി എന്ന് പറയുന്ന സീറ്റ്, മലപ്പുറം എന്ന് പറയുന്ന സീറ്റ്, ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വലിയ മത്സരമൊന്നുമില്ല. അതങ്ങോട്ട് സിമ്പിളായിട്ട് ജയിക്കുക, UDFന് എഴുതി കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ ഇടുക്കിയിലൊക്കെ ഏകദാണ്ട് അതേപോലത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ മത്സരം നടക്കുന്നു എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരമുണ്ട്, ആറ്റിങ്ങൽ ഇതുപോലെ CPM-ഉം വലിയ മത്സരം നടക്കുന്നു എന്ന് പറയുന്ന തോന്നലൊക്കെ പുറത്തുമേ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ഈ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന എന്ന് പറഞ്ഞാൽ ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഈ ഇലക്ഷന് വലിയൊരു താല്പര്യമൊന്നും ആർക്കും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഇലക്ഷൻ ഇത്തവണ ഏതാണ്ട് 5% വോട്ട് കുറയുകയാണ് ചെയ്തേക്കുന്നത്. വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും നടന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ BJP എന്ത് നേട്ടമുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ, BJPക്ക് ഇത്തവണയും പതിവ് പോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റും ലഭിക്കില്ല. ഞാനൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിരുന്നു ചില മണ്ഡലങ്ങളെക്കുറിച്ച്. ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല, വേണമെങ്കിൽ അകലെ ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും BJPക്ക് കഴിഞ്ഞവണ പിടിച്ച് വോട്ട് പോലും പിടിക്കാൻ കഴിയില്ല. ഇപ്പം ഒന്ന് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ BJPക്ക് അത്തരത്തിലുള്ളൊരു വോട്ട് അവിടെ പിടിക്കാൻ കഴിയില്ല. കാരണം വളരെ റോങ് കാൻഡിഡേറ്റാണ് അവിടെ വന്നേക്കുന്നത്, അനിൽ ആൻ്റണി എന്ന് പറയുന്നത്. അനിൽ ആൻ്റണി 25 ലക്ഷം രൂപ മേടിച്ചു എന്ന് പറഞ്ഞ് ദല്ലാൽ നന്ദകുമാർ ഉണ്ടാക്കിയിട്ടുള്ള വിവാദം നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ BJPക്ക് അകത്ത് തന്നെയുണ്ട്. BJPയുടെ അണികൾ ഈ കേരളത്തിലെ നേതാക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്, വലിയ നിരാശരാണ്. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന നേതാവ് ശോഭാ സുരേന്ദ്രനൊക്കെയാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രൻ പോലും ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഇന്ന് 10 ലക്ഷം രൂപ മേടിച്ചു, ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPയും വലിയ നേട്ടങ്ങളൊന്നും ഇത്തവണ ഉണ്ടാക്കാനില്ല. 2019 ശബരിമല എന്ന് പറയുന്നൊരു വികാരം, അതിനെ കുറച്ചൊന്ന് ഊതി പെരുപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടിയാണ് കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷേ BJP കേരളത്തിൽ ഗ്രാജ്വലി പതുക്കെ വളരുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, BJP കുറച്ചും കൂടി വളർന്ന ഒരു 30% സീറ്റിലേക്ക് എത്തിയാൽ കോൺഗ്രസിൽ നിന്നൊരു നിരവധി നേതാക്കൾ, കുറച്ചല്ല, ഒരു വലിയ ബഞ്ച് ഓഫ് നേതാക്കളൊക്കെ തന്നെ എന്ത് ചെയ്യും, BJPയിലോട്ട് പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വളർച്ച BJPക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അത്തരത്തിൽ കരിസ്മയുള്ള നേതാക്കന്മാർ ഇവിടെ ഇല്ല. ആ നേതാക്കന്മാർ ഉണ്ടാകാത്തതിൻ്റെ കാരണം, സാധാരണ ഒരു പാർട്ടി വളർന്നു വന്ന് വിജയിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചൊക്കെ കഴിഞ്ഞ് അധികാരത്തിലേക്ക് എത്തുമ്പോഴാണ് അവരെ കറപ്ഷനും പണവും ഒക്കെ പിടികൂടുന്നത്. പക്ഷേ ഇവിടെ അതിന് സാവകാശം കിട്ടിയില്ല ശരിക്കും കേരളത്തിലെ BJPക്ക്. കാരണം കേന്ദ്രത്തിൽ അതിനു മുമ്പ് തന്നെ അധികാരത്തിൽ വന്നതുകൊണ്ട് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ BJPക്ക് നേരത്തെ തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അങ്ങനെ വളരെ സ്ലോ ആയത് അതുകൊണ്ടാണ്. പക്ഷേ BJP കുറച്ചും കൂടി വളർന്നാൽ ഇപ്പോൾ 28% സീറ്റുകളുണ്ട്, വോട്ട് ഷെയർ ഉണ്ട് തിരുവനന്തപുരത്തും. അതുപോലെ തിരുവനന്തപുരത്ത് 31% ഉണ്ട്, 28% കഴിഞ്ഞവണ തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയാൽ കോൺഗ്രസിൽ നിന്ന് ഒരു പടലം നേതാക്കൾ തീർച്ചയായിട്ടും BJPയിലേക്ക് പോയി. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്തായാലും ഇപ്രാവശ്യവും BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം എടുത്താലും അതുപോലെ തന്നെ തൃശ്ശൂർ എടുത്താലും നിരാശ തന്നെയാണ്. നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള പണി BJP എടുത്തിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ BJP കുറച്ചുകൂടി വർക്ക് ചെയ്തിരുന്നു. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു വർക്ക് BJP ചെയ്തിട്ടില്ല.
ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനാണ് സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കുന്നത് തന്നെ ഏതാണ്ട് 1.5 മാസം മുമ്പാണ്. അതൊരു 6 മാസം മുമ്പായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. സത്യത്തിൽ BJP ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. അവിടെയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അവിടെ ശശി തരൂരിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ്. തരൂരിന് പകരം ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ BJP ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്ലസ് ഇത്തവണ മോദിയുടെ ഒരു പ്രഭാവത്തിന് കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതും ബാധിച്ചിട്ടുണ്ട്. ശരിക്കും 2 മാസം മുമ്പ്, ഒരു ഇലക്ഷൻ 2 മാസം മുമ്പ് ഇവിടെ BJPയുടെ ഒരു ഇന്നർ സർക്കിളിൽ ഇവിടെ സർവേ നടത്തിയിരുന്നു. BJP 2 പാർട്ടികളെ വെച്ചിട്ട്. ആ പാർട്ടികളെ വെച്ച് സർവേ നടത്തിയപ്പോൾ 2 ഓർഗനൈസേഷൻ വെച്ച് സർവേ നടത്തിയപ്പോൾ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും ഒരു 34% മോദി പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ വോട്ടുകൾ പോലും BJPയിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവിടെയുള്ള നേതാക്കളിലോ ഇവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥികളിലോ ഒന്നും അവർക്കൊരു വിശ്വാസമില്ല. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട വിഷയം. BJPയുടെ റോങ് റീഡിംഗ് ഉണ്ട്. ഇപ്പോൾ TN പ്രതാപനെ തോൽപ്പിക്കാം, ശശി തരൂരിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിക്കുന്നത്. തെറ്റാണത്. TN പ്രതാപൻ തൃശ്ശൂർ മത്സരിച്ചാലും TN പ്രതാപനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിനൊരുപാട് ജാതി മത ഘടകങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ധീവര കമ്മ്യൂണിറ്റിയുടെ ഒട്ടക്ക എൻ ബ്ലോക്കായി TN പ്രതാപന് കിട്ടും. പിന്നെ അത് മാത്രമല്ല, BJPയുടെ തന്ത്രങ്ങളിൽ ഒരു ഡിവിസീവ് പൊളിറ്റിക്സ് ഒക്കെ എടുക്കുന്നതിന് കേരളത്തിലൊരു ലിമിറ്റുണ്ട്. ഇപ്പം ഗണപതി വട്ടം വയനാട്ടിൽ മത്സരിക്കാൻ വേണ്ടി K. സുരേന്ദ്രൻ ചെല്ലുമ്പോൾ തന്നെ സുരേന്ദ്രൻ പറയുന്നത് സുൽത്താൻ ബത്തേരി മാറ്റിയിട്ട് ഗണപതി വട്ടം എന്ന് പേരിടുമെന്നൊക്കെയാണ്. ഇതൊന്നും ഈ നാട്ടിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, വെറുതെ പരിഹാസത്തിന് പാത്രമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ കൊണ്ട് ഇവർ സ്വയം ട്രോളുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തന്നെ നമുക്കറിയാം, എറണാകുളത്ത് ഉണ്ടായിട്ടുള്ള ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ബന്ധം ആരോപിച്ചിരുന്നു. അതായത് മറ്റേ യഹോവ വിറ്റ്നസിൻ്റെ ഒരാൾ വന്നിട്ട് ബോംബ് വെച്ചിട്ട് പോയതിനെ കുറിച്ച് ബന്ധം ആരോപിച്ചിരുന്നു. ഒരു തവണ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ 1000 പഞ്ചായത്തുകളിലും ഞങ്ങൾ ജയിക്കുമെന്നാണ്. കേരളത്തിൽ 1000 പഞ്ചായത്ത് ഇല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പുള്ളിക്ക് വേണം. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉറപ്പായിട്ടും ഇപ്പം അവിടെ രണ്ടാമതെത്തും രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഒന്നാമത് ശശി തരൂർ തന്നെ അവിടെ ജയിക്കും. രണ്ടാമത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മൂന്നാമതെത്തും. അപ്പോൾ വിജയിക്കാൻ സാധ്യതയില്ല. വിജയിക്കാൻ സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഒന്നാമത് K. മുരളീധരൻ എത്തും, രണ്ടാമത് സുനിൽകുമാർ എത്തും, മറ്റേ മൂന്നാമതായിട്ട് സുരേഷ് ഗോപി എത്തും. മൂന്നാമത്തെ ജയം സുരേഷ് ഗോപിക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 28.6% വോട്ടുണ്ടായിരുന്നു കഴിഞ്ഞവിടെ. ചിലപ്പോൾ 1% അങ്ങനെ വോട്ട് വർദ്ധിച്ചാലായി. പക്ഷെ അത് തന്നെ എന്നെ സംബന്ധിച്ച് സംശയമായിരുന്നു. കാരണം അത് ഏറ്റവും ചിലപ്പോൾ 1% കുറഞ്ഞേക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോഴും എൻ്റെ ധാരണ അത് തന്നെയാണ്. പക്ഷേ മാക്സിമം വന്നാൽ ഇനി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ സംഭവിച്ചാൽ 1%, 1.5% വോട്ട് ചിലപ്പോൾ BJPക്ക് കൂടുതൽ കിട്ടിയേക്കാം. അതിനപ്പുറത്തേക്ക് തൃശ്ശൂരിലൊന്നും സംഭവിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ TN പ്രതാപൻ ആയിരുന്നുവെങ്കിൽ പോലും വളരെ ഈസിയായി TN പ്രതാപൻ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, എനിക്കൊരു സംശയമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് തൃശ്ശൂരിനെ കുറിച്ചാണ്. കാരണം അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. BJPക്ക് പക്ഷേയുള്ള ഭാവി ഇതാണ്. കുറച്ചുകൂടി ഒന്ന് വോട്ട് ഇമ്പ്രൂവ് ചെയ്താൽ 30% എത്തിയാൽ പിന്നെ കോൺഗ്രസിൽ നിന്നുള്ള ചില നേതാക്കന്മാർ വന്നാൽ അവർക്ക് ജയിക്കാൻ പറ്റും MLA ആയിട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ കുറേ പേര് കൂടി ഇങ്ങോട്ട് ചാടും. അതാണ് BJPക്ക് ഞാൻ കാണുന്നൊരു ഫ്യൂച്ചർ ഭാവി എന്ന് പറയുന്നത്.